ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതാ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തിരക്ക് പിടിച്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നെസ്റ്റോക്കാണ് വന്നുള്ളത്, തിരൂർ നെസ്റ്റോയിൽ. അപ്പോൾ ഇവിടെ ഇതാ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെയിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നാളെയാണ് സ്കൂൾ ഓപ്പണിങ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവർ പുതിയ സ്റ്റോക്ക് ഇങ്ങനെ, അപ്പോൾ എനിക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഇങ്ങനെ എടുത്ത് നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ. അത് കാരണം അത് ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇതാ നമ്മൾ നെസ്റ്റോന്ന് അവർക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെ അവിടെ നിന്ന് കിട്ടിയുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതാ അവർക്ക് സ്കൂളിലേക്ക് വേണ്ട ഷൂ, ചെരുപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നിഷേകയുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും ടൈം എടുത്തിട്ട് അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എന്നൊക്കെ പറയുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ടൈം നമുക്ക് അവിടെയും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ സ്കൂൾ ബാഗ് ഉള്ളത് കൊണ്ട് രണ്ടാൾക്കും അവിടെ നിന്ന് എന്ത് ചെയ്തു, ബാഗ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗൊക്കെ വീട്ടിലെത്തിയിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെരുപ്പിൻ്റെ നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർക്കും ഇതാ ചെരുപ്പ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പുതിയ കൂട്ടുകാരൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് കൂടെ ഒന്ന് അറിയിക്കണം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ വിചാരിച്ച് എനിക്ക് പോലും ഡ്രസ്സ് എടുക്കാൻ അധികം ടൈമൊന്നും വേണ്ടി വരാറില്ല. ഇതിപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചെരുപ്പ് എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ടൈം പോയിട്ടുണ്ട്. കാര്യം ഒരാൾക്ക് പറ്റിയാൽ ഒരാൾക്ക് പറ്റൂല, അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ ഇരിക്കേണ്ട അവസ്ഥയാണ് വന്നുള്ളത്. അങ്ങനെ പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലെത്തിയിട്ടുള്ളത്. പിന്നെ വീട്ടിലെത്തിയിട്ട് അറിയാലോ, നമുക്ക് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒതുക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ അതേപോലെ നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മാത്രം വേറെ വെക്കേണ്ടതുണ്ട്. ഇനി പുസ്തകം പൊതിയാനുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ അവരുടെ ചോറ്റുപാത്രം എന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സ് നമ്മൾ ഒരു കോംബോ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്കത് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് കേട്ടോ ഇവർക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സും പിന്നെ അതേപോലെ തന്നെ അതിൽ ബോട്ടിൽ കൂടെ ഒരു കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നോട്ട് പുസ്തകമൊക്കെ നെസ്റ്റോന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാഗും ചെരുപ്പുമാണ് ഇവരെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയുള്ളത്. പിന്നെ അത് യൂണിഫോം കൂടെ ഞാനിതിലോട്ട് നാളെ മോന് മാത്രമേ യൂണിഫോം ഇട്ടിട്ട് പോവുള്ളൂ, മോളത് അടിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്തായാലും അടിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പെരുന്നാൾ തിരക്കും ഒക്കെ ഏർപ്പാടായ കാരണം അവളത് കിട്ടിയിട്ടില്ല. അപ്പോൾ അവൾ കളർ ഡ്രസ്സിൽ വേണ്ടി വരും പോകാനായിട്ട്. അപ്പോൾ മോൻ്റെ യൂണിഫോം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പരത്തേച്ച സംഭവങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ ആദ്യം ഓരോന്നായിട്ട് ഇങ്ങനെ ഞാൻ ഓർഡറാക്കി വെച്ചതൊക്കെ ഓനിങ്ങനെ അവിടെ നിന്ന് എടുത്ത് ഇതാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് തോന്നിയത്. പിന്നെ സ്നാക്ക് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവർക്ക് നമ്മൾ ടേബിളിലൊക്കെ ഇരിക്കുന്ന ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ടവലൊക്കെ അല്ലേ യൂസ് ചെയ്യാം. അപ്പോൾ സാധാരണ എല്ലാ വർഷവും ടവലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് കഴുകിയിട്ട് യൂസ് ആക്കുകയും ചെയ്യാം, വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ. പിന്നെ ഇതാണ് നിയമോൾക്ക് വാങ്ങിച്ചിട്ടുള്ള ബാഗ്. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ആദ്യക്ക് വാങ്ങിയിട്ടുള്ള ബാഗ്. അങ്ങനെ അപ്പോൾ ഒരു ബാഗ് സെലക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോയത് കൊണ്ട് തന്നെ പിന്നെ നാളെ എന്തായാലും ഉച്ചവരെയല്ലോ സ്കൂളുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് അവർക്ക് നാളെ പുസ്തകം കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്നിപ്പോൾ പുസ്തകം പൊതിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി നാളെ ചെയ്യേണ്ടി വരും. പിന്നെ ഇത് നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 299 തോന്നുന്നുണ്ട്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ക്രയോണ് കാര്യങ്ങളെല്ലാം ഇതിൽ ഒരു സെറ്റായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ. സ്കൂളിലേക്ക് എന്തായാലും കൊടുത്തേക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാ തരം ക്രയോൺസ് പിന്നെ അതേപോലെ തന്നെ വാട്ടർ കളർ അങ്ങനെ എല്ലാം ഇതിൽ ഉണ്ട്, ഇൻക്ലൂഡാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതങ്ങനെ വാങ്ങിച്ചു. സ്കെയില്, പെൻസിൽ അതൊക്കെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് യൂസ്ഫുള്ളാവും. അപ്പോൾ ഇതൊരു ഓഫർ പ്രൈസിലാട്ടോ അവർ വെച്ചിട്ടുള്ളത്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.